Hi guys, welcome back my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SLC റിയാക്ഷൻ വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി എന്ന് എനിക്കറിയാം. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അത് കാരണമാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത് SLC റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് SLC റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SLC റിയാക്ഷൻ വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ SLC റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ആ ടൈമിൽ ഞാൻ സത്യം പറഞ്ഞാൽ പാസ്സാവില്ല, ഞാൻ പോയി, എൻ്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ SLC റിസൾട്ട് വന്നതും ഞാനങ്ങോട്ട് ഞെട്ടി. എന്താണെന്നല്ലേ, ഞാൻ പാസ്സായി ഗൈസ്, 10th പാസ്സായി. അതിൻ്റെ ഒരു ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ SLC എന്ന് പറഞ്ഞ ഒരു കടമ്പ ഞാൻ കടക്കും എന്ന് ഞാൻ കരുതിയതല്ല. SLC റിസൾട്ട് വന്നപ്പം എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. എൻ്റെ കൂട്ടുകാരി എനിക്ക് കോൾ ചെയ്യുമ്പം ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടൈമിൽ നല്ല ടെൻഷനും അതുപോലെ നല്ല സങ്കടം വരാനുള്ള രീതിയിലുമായിട്ട് ഞാൻ നിന്നായിരുന്നു. റിസൾട്ട് വന്നപ്പം എൻ്റെ റിയാക്ഷൻ എന്തായിടി എന്നുള്ളൊരു, എന്താ പറയുക, റിസൾട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു, എന്തായിടി, ഞാൻ ജയിച്ചോ അതോ തോറ്റോ? അപ്പോൾ അവൾ പറഞ്ഞു, നീ ജയിച്ചു, SLC പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, ഞാൻ ആകെ കരഞ്ഞു. കാരണം ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ഉള്ളിൽ സന്തോഷവും പുറത്ത് കണ്ണീരും. അതെന്താന്നല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ജയിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ജയിച്ചപ്പം എൻ്റെ ഫാമിലിക്കും ഭയങ്കര സന്തോഷമായി. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിയിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അതിനുശേഷം റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കൂവലും കരച്ചിലായിരുന്നു. കൂവിയത് എന്തിനാണെന്നറിയോ, ജയിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കൂവിയതാണ്. അതും ഫോൺ ഒരു സൈഡിൽ കൂട്ടുകാരി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിലൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഞാൻ കൂവി. അതിനുശേഷം ഭയങ്കര കരച്ചിൽ. അങ്ങനെ വാപ്പാനെ വിളിച്ച് പറഞ്ഞു. വാപ്പാക്കും ഭയങ്കര സന്തോഷമായി, എന്താ പറയുക, ഉമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി, ഫാമിലിയിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എനിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നല്ലേ അറിയണ്ടേ, അത് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. എനിക്ക് A, B+, 2 C, പിന്നെ ബാക്കിയുള്ളതെല്ലാം C+ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല. അങ്ങനെ ജയിച്ചു ഗൈസ്. അന്നേരം തൊട്ട്, അതായത് റിസൾട്ട് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ത്രൂ ഔട്ട് കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 4 മണി തൊട്ട് ഇങ്ങനെ ഫോൺ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഫോൺ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ദിവസത്തേക്ക് അതിൻ്റെ തിരക്കായിരുന്നു. പിന്നീട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പം പിന്നീട് അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. പിന്നീട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈഫിലെ ആദ്യത്തെ SLC റിസൾട്ടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് ഞാൻ എന്താണ് എൻ്റെ ഫോട്ടോ കയറ്റി വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ആലോചനയിലായതുകൊണ്ട് കേട്ടോ ഈ ഫോട്ടോ ഞാനിവിടെ വെച്ചത്. അപ്പോൾ ഓക്കെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന SLC ബാച്ചിന് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. അതുപോലെ SLC റിസൾട്ട് വരുമ്പം നിങ്ങൾ ആരും സങ്കടപ്പെടരുത് കേട്ടോ. ചിലപ്പോൾ തോക്കാം, ചിലപ്പോൾ ജയിക്കാം. പക്ഷെ നിങ്ങളുടെ ധൈര്യം അതൊരിക്കലും നിങ്ങൾ കൈവിടരുത്. കാരണം ആ ധൈര്യം നിങ്ങൾ കൈവിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക, അല്ലാത്ത ചിന്തകളൊക്കെ വന്നു പോകും. അതായത്, എൻ്റെ പൊന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, എന്നെ ഫാമിലി ഭയങ്കരമായിട്ട് വഴക്ക് പറയുമല്ലോ എന്നോർത്ത് ചിന്തിച്ച് നിങ്ങൾ പലതും ചിന്തിച്ച് കൂട്ടാനുള്ള
ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ധൈര്യം കൈവിടരുത്. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന മാർക്ക് അത് എത്രയാണെങ്കിലും അതുകൊണ്ട് ഹാപ്പി ആവുക. പിന്നെ A+ കിട്ടിയില്ലല്ലോ, മൊത്തം C+ ആയി, മൊത്തം B+ ആയി എന്നോർത്ത് സങ്കടപ്പെടരുത്, ഒരിക്കലും സങ്കടപ്പെടരുത്. പിന്നെ 10th നിങ്ങൾ പാസ്സായി, ഓക്കെ. പിന്നെ അതിൽ A+ അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റിയില്ല, സാരമില്ല, നമുക്ക് +1 +2 നന്നാക്കാലോ. ഓക്കെ, ബൈ. അപ്പം എന്തായാലും നെക്സ്റ്റ് SSLC ബാച്ചിന് കൺഗ്രാജുലേഷൻ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതുപോലെ A+ വാങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബൈ.